വെള്ളാനകളുടെ നാട് എന്ന സിനിമയുടെ കഥ കേട്ട പ്രിയദർശൻ ഇതെങ്ങനെ സിനിമയാക്കുമെന്ന് ക്ഷോഭത്തോടെ ശ്രീനിവാസനോട് ചോദിച്ചു. കരാർ സമ്പ്രദായത്തിലെ നിയമപരമായ നൂലാമാലകൾ പ്രതിപാദിക്കുന്ന തീർത്തും വസ്തുതാപരമായ വരണ്ട ഒരു പ്രമേയം രസകരമായ ഒരു സിനിമയായി അവതരിപ്പിക്കാൻ കഴിയുന്നതെങ്ങനെ? സഹജമായ നനുത്ത ചിരിയായിരുന്നു ശ്രീനിയുടെ മറുപടി. മുൻകൂട്ടി ഫുൾ സ്ക്രിപ്റ്റ് എഴുതുന്ന ശീലമില്ലാത്തതുകൊണ്ട് ഓരോരോ സീനുകളായി എഴുതി ലൊക്കേഷനിൽ എത്തിക്കുകയായിരുന്നു അദ്ദേഹം. സീനുകൾ വായിച്ച പ്രിയദർശൻ പൊട്ടിച്ചിരിച്ചു. അഭിനയിച്ച നടന്മാരും ചിരിച്ചു. സിനിമ തിയേറ്ററിലെത്തിയപ്പോൾ കാണികൾ ഒന്നടങ്കം ചിരിച്ചു. 3 പതിറ്റാണ്ടുകൾക്ക് ശേഷവും ആ സിനിമ കണ്ട് ജനലക്ഷങ്ങൾ ചിരിച്ചുകൊണ്ടേയിരിക്കുന്നു. മലയാളിയുടെ മാറിയ അഭിരുചികൾ പോലും ശ്രീനിവാസന്റെ സിനിമകൾ ആസ്വദിക്കുന്നതിൽ തടസ്സമാവുന്നില്ല. കാരണം അദ്ദേഹം അഭിസംബോധന ചെയ്തത് ഒരു പ്രത്യേക കാലഘട്ടത്തെയായിരുന്നില്ല, എല്ലാ കാലത്തിനും വേണ്ടിയുള്ളതായിരുന്നു ശ്രീനിവാസന്റെ സിനിമകൾ. ശ്രീനിവാസന്റെ തിരക്കഥയിൽ ഫാന്റസിയുടെ നേരിയ അംശം പോലും കാണാനാവില്ല. ദൈനംദിന ജീവിതത്തിൽ മനുഷ്യൻ നേരിടുന്ന പ്രശ്നങ്ങളെ കൃത്യമായി അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. പ്രമേയ സ്വീകരണത്തിൽ മാത്രമല്ല, ആഖ്യാനത്തിലും കഥാസന്ദർഭങ്ങളും സംഭാഷണങ്ങളും രൂപപ്പെടുത്തുന്നതിലും അദ്ദേഹം ജാഗ്രത പുലർത്തിയിരുന്നു. സാഹിത്യവും തിരക്കഥാരചനയും തമ്മിലുള്ള അതിരുകൾ കൃത്യമായി തിട്ടപ്പെടുത്തിയ രചനകളാണ് ശ്രീനിവാസന്റേത്. കുടുംബകഥകൾ എന്ന ലേബലിൽ പൊതിഞ്ഞു പറയുമ്പോഴും സാമൂഹ്യാവസ്ഥ ആ കുടുംബത്തെയും അതിലെ അംഗങ്ങളെയും എങ്ങനെ ബാധിക്കുന്നുവെന്നതിന്റെ നിരീക്ഷണം കൂടിയാണ് ശ്രീനിവാസന്റെ തിരക്കഥകൾ.